അഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞുമോൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. മോളെ മക്കൾ പഠിക്കുന്നത് തലശ്ശേരി ബ്രൈറ്റ് സ്കൂളിലാണ്. അവിടെ എല്ലാ വർഷവും കിഡ്സ് ഫെസ്റ്റ് നടത്താറുണ്ട്. KG സെക്ഷനും 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കും വേണ്ടിയാണ് ഈ പരിപാടി നടത്താറുള്ളത്. റൂൾസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്നുള്ള ഇവിടെ പിന്നെ ഹെവൻസ് എന്ന് പറഞ്ഞിട്ട് പ്രീ സ്കൂൾ മുതൽ 12th വരെയുള്ള ക്ലാസ്സുകളുണ്ട്. പിന്നെ കേരള സിലബസ് ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുണ്ട്. പിന്നെ ഹെവൻസിൽ എന്ന് പറഞ്ഞാൽ ഖുറാനിക് ബേസ്ഡ് സ്കൂളാണ്. LKG മുതൽ ഇംഗ്ലീഷ് ഓറിയന്റഡ് CBSE അതാണ് സിലബസ് പോകുന്നത്. കേരള സിലബസ് ആണെങ്കിൽ സദാ നമ്മുടെ കേരള സിലബസിലെ എല്ലാ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ കലോത്സവം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. CBSE കുട്ടികളാണെങ്കിൽ സഹോദയ അങ്ങനെ കലോത്സവം പങ്കെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും ഹോസ്റ്റൽ ഒരുപാട് ദൂരെയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. നമുക്ക് സ്കൂളിനോട് ചേർന്നില്ല, കുറച്ച് ദൂരെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 2-3 കിലോമീറ്റർ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവർക്കും വന്ന് ചേരാൻ പറ്റും അല്ലേ? വന്ന് ചേരാൻ പറ്റും. അങ്ങനെ മതപരം മതത്തിനുള്ള അതുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇവിടെ പഠിച്ചൂടെ? എല്ലാ മതക്കാർക്കും എല്ലാവർക്കും പഠിക്കാം. അത് നമ്മുടെ ചോയ്സ് ആണ്. അതെ, പഠിക്കണമെങ്കിൽ പഠിക്കാം, വേണ്ട നിർബന്ധമൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല തന്നെ എല്ലാവർക്കും. അതെ അതെ. It is an inspirational poem that emphasizes self-reliance, perseverance, and the idea that everyone has the tools and abilities within themselves to succeed in life. So, let's get into the poem. ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പഠിത്തവും അച്ചടക്കവും അതുപോലെ കലാപരമായും കായികപരമായും ഒക്കെ അവിടെ നല്ല ഒരു കോച്ചിങ് അവർ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും നല്ല ഒരു സ്കൂൾ തന്നെയാണ്. ഇത്തവണ നമ്മൾ വിദ്യാ കൗൺസിലിന് കീഴിലുള്ള കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ കുട്ടികളാണ് ഈ പരിപാടിയിൽ ഉണ്ടാവാറ്. ഓരോ വ്യത്യസ്ത സ്കൂളിൽ വെച്ചാണ് ഓരോ വർഷവും പരിപാടി നടത്താറുള്ളത്. ഇത്തവണ നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി വാദിഹുദ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ചാണ്. നല്ല ഒരു ആ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വളരെ നല്ല അറ്റ്മോസ്ഫിയർ, കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും ഒക്കെ ഇവിടെ നല്ലൊരു അന്തരീക്ഷം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സ്കൂളിനെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പം. പിന്നെ എൻ്റെ കുട്ടി ചെറിയ മോന് ഇംഗ്ലീഷ് പോയംസ് റെസിറ്റേഷൻ പരിപാടിയിലാണ് ഉണ്ടായത്. അതിന് ഫസ്റ്റാണ് അവന്. മാർച്ചിങ്ങിലും ഉണ്ടായിട്ടുണ്ടായി. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കുട്ടികളെ പരിപാടിയെ കുറിച്ചുള്ള വിശേഷങ്ങളും സ്കൂളിനെ കുറിച്ചുള്ള വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇത് ഹെഡാണ്. പിന്നെ ശരിക്കും പിന്നെ വിറാസ് കോളേജ് ഉണ്ട്, അവിടെ ഹോസ്റ്റലുണ്ട്, ലേഡീസും ജെൻസ്. പിന്നെ മുട്ടത്തുണ്ട് വിമൻസ് അക്കാദമി. അവരെ കോളേജിലെല്ലാം അങ്ങോട്ടാണ് പോകും. എൻ്റെ ഇവിടെ വിളയങ്കോട് പിന്നെ യാത്ര തൊട്ടടുത്താണ്. യാത്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തളിപ്പുറം കഴിഞ്ഞിട്ട് പിന്നെ വിളയങ്കോട് സ്റ്റോപ്പ്. വിളയങ്കോട് സ്റ്റോപ്പ് അത്രയാണ്. ഇവിടെ കുട്ടികളെല്ലാം പിന്നെ ഇപ്പോൾ 3000 കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ ഹയർ സെക്കൻഡറി, പിന്നെ CBSE, പിന്നെ കേരള സിലബസ്, പിന്നെ ITI എല്ലാം കുട്ടികൾക്ക് ബെസ്റ്റാണ്. പിന്നെ നമുക്ക് പിന്നെ മതപരമായിട്ട് ഇവിടെ പഠിക്കാനും എല്ലാം നല്ല ഇതാണ്. എല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അറബിക്കെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ എങ്ങനെയാ മുസ്ലിങ്ങൾ മാത്രം അല്ലെങ്കിൽ എല്ലാം കലർപ്പം ഇവിടെ കലർപ്പം അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ല, ഇവിടെ എല്ലാവർക്കും പഠിക്കാം. നല്ല പഠിപ്പാ. എല്ലാം നല്ല കൈമാക്കാം.